ഹേ ഗൈസ്, നമ്മളിങ്ങനെ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. എന്താണ് സത്യം പറഞ്ഞാൽ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു സിനിമ. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴത്തേക്കിലും നമുക്ക് നിറഞ്ഞു കരഞ്ഞു നമ്മൾ. അത്ര മനോഹരമായിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് വിഷ്വൽ ട്രീറ്റ്, പിന്നെ അഭിനയം. സത്യം പറഞ്ഞാൽ ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട സിനിമയാണ്. നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ഇപ്പോഴാണ് ശരിക്കും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ഇഷ്ടംപോലെ സിനിമകളുണ്ട്. അതെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരിക്കും. ഇത് നാഷണൽ അവാർഡിലോ ഒന്നും നിൽക്കാൻ പോകുന്നില്ല. ഓസ്കാർ ലെവൽ അത്ര മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ ആടുജീവിതം എന്ന് പറയുന്നത് ഒരു റിയൽ സ്റ്റോറിയാണെന്ന് കേൾക്കുമ്പോൾ വളരെയേറെ വിഷമമുണ്ട്. അനുഭവിച്ച ആളുടെ മാനസികാവസ്ഥ നമുക്കിപ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു നോവൽ വായിച്ച ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. കാരണം ആ നോവലിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് ഈ സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ നോവൽ വായിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അതിനേക്കാളും നോവൽ വായിച്ച ആളുകളെക്കാളും നിങ്ങൾക്ക് വായിക്കാത്ത ആളുകൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഒന്നും പറയാനില്ല, വാക്കുകൾ ഇടുന്നില്ല. മൈൻഡ് ബ്ലോയിങ്. ഇത്ര ഒരു മനോഹരമായ ചിത്രം ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ സിനിമയുടെ ബുക്കിംഗ് കണ്ട് ഞാൻ ഞെട്ടി. കാരണം എല്ലാത്തിനും ഓറഞ്ച് കത്തി കിടക്കുക. ഇതിനകത്ത് പിന്നെ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളാണ് ഡയറക്ഷനും മേക്കിങ്ങും. സത്യം പറഞ്ഞാൽ സിനിമ തീരുമ്പോൾ ഉള്ളു നിറഞ്ഞ് മനസ്സ് സാറ്റിസ്ഫൈ ആയിട്ടാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുക. കാരണം അത്ര മനോഹരമായിട്ടാണ് സിനിമ എടുത്തിരിക്കുന്നത്. പിന്നെ എനിക്കൊന്നും പറയാനില്ല, കാരണം അത്ര അടിപൊളി സിനിമയായിരുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും പോയി കാണണം. ഏത് ജോണറിലുള്ള സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളായാലും, ഇപ്പം ഒരു ക്രൈം ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ഒരാളായാൽ പോലും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്ര മനോഹരമാണ് ഈ സിനിമ. അപ്പം നിങ്ങളെല്ലാവരും പോയി കാണണം. വേഗം വിട്ടോ, ഇപ്പം തന്നെ ബുക്ക് ചെയ്തോ ടിക്കറ്റ്. അപ്പോൾ ഈ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.